എവിടെ നോക്കിയാലും കുഞ്ഞമ്മത്തികളെ കൊണ്ടൊരു കളിയാണ് അല്ലേ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങൾ ഇന്നലെ വാങ്ങി വെച്ച മത്തിയാണ് കേട്ടോ. 2.5 കിലോ 100 രൂപയ്ക്ക്. അപ്പോൾ ഫ്രീസറിൽ വെള്ളം ഒഴിച്ച് വെക്കുക. നമ്മൾ വെക്കുന്ന പാത്രം നിറയെ വെള്ളം വേണം കേട്ടോ. പിറ്റേന്ന് എടുത്ത് ഇതുപോലെ കുറച്ച് നേരമൊക്കെ വെള്ളം ഒഴിച്ചാലേ നമുക്ക് വേർപെടുത്തി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കട്ടെ കേട്ടോ. പിന്നെ മത്തിയിലെ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ. ധാരാളം ഗുണമുള്ളൊരു മത്സ്യമാണ് മത്തി കേട്ടോ. അപ്പോൾ അത് നമുക്ക് കഴിച്ചാൽ വളരെ നല്ലതാണ്. എല്ലിനും എല്ലാത്തിനും ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കേട്ടോ. മീനെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് തല ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഒരുപാട് മീനുണ്ട്, പിന്നെ നമുക്ക് തലയൊന്നും വേണ്ട. അപ്പോൾ അതിലേക്ക് ഇതാ മസാലകൾ. ഇത് 2-3 ചുവന്നുള്ളി ചെറുങ്ങനെ അരിഞ്ഞത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2-3 തണ്ട് കറിവേപ്പില, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 4 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, അതുപോലെ 1 കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും, 1 ടീസ്പൂൺ ഉലുവ, പച്ച ഉലുവയാണ്, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയും സാധനമേ വേണ്ട. അതെല്ലാം കൂടി ഒരു ചട്ടിയിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം ഇനി കേട്ടോ. അതാ വെള്ളം ഒഴിച്ച് ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ അത് ഇട്ട് വെച്ച പ്ലേറ്റിൽ ലേശം വെള്ളം ഒഴിച്ചാൽ മസാല ഇങ്ങ് പോരട്ടെ. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. നമുക്ക് വെള്ളം പോരാ തോന്നിയാൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മീനുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്നിച്ച്. ഒരുപാട് ആഡംബരങ്ങളൊന്നുമില്ല കേട്ടോ ഈ കറിക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 അല്ലി എന്ത് വേണം, പുളി വേണ്ടേ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കുടംപുളി ഉണ്ട്. അപ്പം ഞാൻ അതിന് 2-3 അല്ലി കുടംപുളി എടുത്ത് ഇവിടെ തന്നെ ഉണക്കിയതാണ്. അതും ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടുപ്പും കത്തിച്ച് ഒരു മൂടി വെക്കണം കേട്ടോ. മീൻ തിളയ്ക്കോളം ഒന്ന് മൂടി വെക്കുക. തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെന്തിട്ട് നമുക്ക് തുറക്കാം കേട്ടോ. അതൊക്കെ ഞാൻ കുടംപുളി ഉണക്കാട്ടിട്ടാണേ ഇങ്ങനെ കറുപ്പ് നിറം. അതപ്പോൾ മീൻ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയൊന്ന് പതുക്കനെ നമ്മളൊരു പരന്ന സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കേണ്ടത് ഇതുപോലെ കേട്ടോ. മീൻ ഉടയാൻ പാടില്ല, അല്ലേ ചട്ടി പിടിച്ച് ഒന്നിച്ച് ചുറ്റിച്ചാലും മതി. ഇപ്പോൾ അതാ നല്ലോണം തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം തുറന്ന് വെച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കണം കേട്ടോ. കുറച്ചുകൂടി എത്ര നമുക്ക് പാകച്ച അത്ര. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചതാണ്. ഇത് നമ്മൾ വറവൊന്നും കഴിക്കാനില്ല. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിയെല്ലാം വേവിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനൽ. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തീൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെ ബെസ്റ്റാണ് കേട്ടോ. ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം.